ഹലോ, വെൽക്കം ബാക്ക് ടു സോഫീസ് കിച്ചൺ. ഇന്ന് മുരിങ്ങാപ്പൂ തോരൻ വെച്ചതാണ്. മുരിങ്ങാപ്പൂവും കിളുന്ത് മുരിങ്ങാക്കോലൊക്കെ ഉണ്ട്. ഇത്രയുണ്ട് മുരിങ്ങാപ്പൂ കിട്ടിയിട്ടുള്ളത്. കുറച്ച് ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനായിട്ട് ഒരു അരക്കപ്പ് തേങ്ങയും ഒരു 4 ഉള്ളിയും ഒരു വെളുത്തുള്ളി ഇടുന്നുണ്ട്. കാരണം ചെമ്മീൻ ചേർക്കുന്നുണ്ട്. 3 അധികം എരിവില്ലാത്ത മുളകാണ്. അത്രയും പൂവിന് ഇത്രയും കോലാണ് വേസ്റ്റ് ആയിട്ടുള്ളത്. ഇത്രയുണ്ട് പൂ കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിനായിട്ട് നമുക്ക് തേങ്ങ അടിച്ച് ചേർക്കാം. ഈ തേങ്ങയിൽ തന്നെ ഞാൻ ചെമ്മീനിട്ടടിക്കുകയാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇത്തിരി നല്ല ജീരകം ചേർക്കുന്നുണ്ട്. കാരണം ഒത്തിരി വലിയ ചെമ്മീനാണ്, ഇത്തിരി വലിപ്പമുണ്ട്. അപ്പോൾ ഇത് മിക്സിയിലിടുന്ന ഏറ്റവും നല്ലത്. അല്പം ഉപ്പും ചേർത്തു. ഇത്തിരി മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഒരല്പം കുരുമുളക് ക്രഷ് ചെയ്തിടുന്നു. ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് തോരൻ വെക്കണതിൽ ഇത്തിരി കുരുമുളക് ഇട്ടിട്ടുണ്ടെങ്കിൽ. ഇത് ഞാൻ ഓൺലൈൻ വാങ്ങിയതാണ്. കാരണം പച്ചക്കറിയൊക്കെ കഴുകാൻ വളരെ യൂസ്ഫുള്ളാണിത്. പ്രത്യേകിച്ച് ലീഫി ഐറ്റംസും മുരിങ്ങാപ്പൂ എല്ലാം കഴുകുമ്പോൾ ഒന്നും പുറത്തു പോവില്ല. നന്നായിട്ട് കഴുകിയെടുക്കാനും പറ്റും. മുരിങ്ങാപ്പൂ എന്ന് വെച്ചുമ്പോൾ ശരിക്കും നമ്മൾ കുത്തി കുത്തി കഴുകണം. കാരണം അതിന് ചെറിയ പ്രാണികളും അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊക്കോളും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കണ്ട താഴെക്കൂടി ഇങ്ങനെ വെള്ളം പോവും. നിറഞ്ഞു പോവില്ല. സൈഡിലൊക്കെ ഹോൾസ് ഉള്ളതുകൊണ്ട് നന്നായിട്ട് നമുക്ക് കഴുകിയെടുക്കാൻ പറ്റും. അത് മുരിങ്ങാക്കോൽ നമുക്ക് പുറത്തുനിന്ന് മേടിക്കാൻ കിട്ടും. പക്ഷേ ഇതങ്ങനെ കിട്ടാത്തൊരു സംഭവമാണ്. ഏറ്റവും ഹെൽത്തി ഒരു ഫുഡാണിത്. ട്രൈ ചെയ്ത് നോക്കുക. കിട്ടുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. കാരണം എല്ലാവർക്കും ഇത് കിട്ടണമെന്നില്ല. ഇതിലൂടെ വെള്ളം പോകുമ്പോൾ അത് ശരിക്കും അത് ഡ്രൈ ആയി കിട്ടും. ഒരു പാൻ വെച്ചിട്ട് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു. ഇത് ചെമ്മീനിട്ട് അടിച്ചുകൊണ്ടാണ് ഇങ്ങനെ തിക്കായി നിൽക്കുന്നത്. ഇതൊന്ന് ശരിക്കൊന്ന് ഒത്തിരി നേരത്തേക്കൊന്ന് നമുക്കൊന്ന് മൂടി വേവിക്കാൻ വെക്കാം. കാരണം മുരിങ്ങാപ്പൂവിന് വേവ് വേണ്ടല്ലോ. ഞാൻ വേപ്പില ഇടാൻ മറന്നു. വേപ്പില ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. ഒരല്പം നേരം മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ പകുതി ഒന്ന് വേവാട്ടെ. അതിനുശേഷം മുരിങ്ങാപ്പൂ ഇതിനകത്തേക്ക് ആഡ് ചെയ്താൽ മതി. ഈ മുരിങ്ങാപ്പൂ ഇട്ടിട്ട് നമുക്ക് 1-2 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. നന്നായിട്ട് ഒന്ന് ഇളക്കി ചേർക്കുക. നമ്മൾ ഓൾറെഡി ഉപ്പെല്ലാം ചേർത്തിട്ടുണ്ട് തേങ്ങ ആഡ് ചെയ്തപ്പോൾ തന്നെ. വേണമെങ്കിൽ കോഴിമുട്ട ഉണ്ടെങ്കിൽ കോഴിമുട്ട ഇട്ട് ചിക്കുക കേട്ടോ. ഞാൻ ചെമ്മീനിട്ടാണ് ചിക്കിയത്. എന്തായാലും നിങ്ങൾ ഉള്ളവർ ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടിപൊളി സംഭവമായി. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.